ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുതിർന്ന നേതാവുമായ കെ പ്രകാശ് ബാബുവിനെ വീണ്ടും വെട്ടി സിപിഐ സംസ്ഥാന നേതൃത്വം. രാജ്യസഭാ സീറ്റ് നൽകാതെ മാറ്റി നിർത്തിയതിന് പിന്നാലെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗത്വത്തിൽ നിന്നും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കി. കാനം രാജേന്ദ്രന്റെ ഒഴിവിൽ ആനി രാജയെയാണ് സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചത്. അവഗണിച്ചതിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിൽ അത് വ്യക്തമാക്കാൻ പ്രകാശ് ബാബു തയ്യാറായില്ല. CPI സംസ്ഥാന ഘടകത്തിൽ ശക്തമായിരിക്കുന്ന വിഭാഗീയതയുടെ തുടർച്ചയാണ് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാകുന്നതിൽ നിന്നുള്ള കെ പ്രകാശ് ബാബുവിന്റെ ഒഴിവാക്കൽ. സംസ്ഥാനത്ത് നിന്നും ദേശീയ എക്സിക്യൂട്ടീവിൽ അംഗമായ ഏറ്റവും സീനിയറായ നേതാവാണ് കെ പ്രകാശ് ബാബു. സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും നല്ല അനുഭവ പരിചയമുള്ള പ്രകാശ് ബാബു കാനത്തിന്റെ പകരക്കാരനായി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിർദ്ദേശിച്ചത് ആനി രാജയുടെ പേരാണ്. മലയാളിയാണെങ്കിലും ദേശീയ കൗൺസിലിന്റെ കോട്ടയിൽ ദേശീയ എക്സിക്യൂട്ടീവിലെത്തിയ നേതാവാണ് ആനി രാജ. പ്രകാശ് ബാബുവിന്റെ പേര് വെട്ടുക എന്ന ഒറ്റ ലക്ഷ്യം മൂലമാണ് ആനിയുടെ പേര് നിർദ്ദേശിച്ചതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. മുതിർന്ന നേതാവായിട്ടും നേരത്തെ രാജ്യസഭാ സീറ്റിൽ നിന്നും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയിരുന്നു. പ്രകാശ് ബാബുവിന് രാജ്യസഭാ സീറ്റ് നൽകാത്തത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതാണ് എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കാൻ കാരണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ചർച്ച. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗത്വം നഷ്ടമായതിനെക്കുറിച്ച് കെ പ്രകാശ് ബാബു ഇങ്ങനെ പ്രതികരിച്ചു. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ സമാപിക്കുമ്പോൾ തന്നെ ആനി രാജയെ സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചിരുന്നു. ആ നിർദ്ദേശവും വന്നു. ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ആനി രാജയെ എടുത്തു. ഒഴിവാക്കുന്നതല്ലല്ലോ, ഒഴിവ് വന്നതിനകത്ത് ഒരാളിനെ ഉൾപ്പെടുത്തുന്നില്ല. എന്നെ അങ്ങനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല. അവഗണിക്കുകയും വേണ്ട, പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ട. ഞാൻ പാർട്ടി മെമ്പറാണ്. ഈ നിലയിൽ തന്നെ തുടരും. കാനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട നേതാവാണ് പ്രകാശ് ബാബു. എന്നാൽ കാനത്തിന്റെ കത്ത് ഉയർത്തിക്കാട്ടി സംസ്കാര ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രകാശ് ബാബുവിന്റെ പേര് ഉയർന്നു വരാതിരിക്കാനുള്ള നീക്കമെന്നായിരുന്നു സംസ്കാര ദിവസത്തെ സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെതിരെ ഉയർന്ന ആക്ഷേപം. ഈ കഴിഞ്ഞ സംസ്ഥാന കൗൺസിലിലെ വിമർശനത്തോടെ പഴയ കാനം പക്ഷം വീണ്ടും ശക്തമാവുകയും എതിർ വിഭാഗത്തെ നേരിടാൻ രംഗത്ത് വരികയുമാണ് ഉണ്ടായത്. അതാണ് രാജ്യസഭയ്ക്ക് പിന്നാലെ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രകാശ് ബാബുവിനെ ഒഴിവാക്കാൻ കാരണം. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. കാനത്തിന്റെ ഒഴിവിലാണ് ആ നിയമനവും. കാനം പക്ഷത്തെ പ്രധാന നേതാവാണ് KP രാജേന്ദ്രൻ. ഒപ്പം സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ അടുപ്പക്കാരനും. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.